നമ്മളൊരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ നാട്, അതായത് ഞാനൊരു ബസ് സ്റ്റാൻഡേ പറഞ്ഞുള്ളൂ, ഈ കൊച്ചിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ കൊച്ചി മൊത്തം റെഡിയാക്കണം, ചിന്തിച്ചിട്ടുണ്ടോ അയാൾക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടോയെന്ന്? നമ്മൾ അന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ നമുക്ക് വരില്ലായിരുന്നു. ഓരോരുത്തരും അന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ വോട്ട് കുത്തുന്ന ആൾക്ക് എന്നെ സംരക്ഷിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചെങ്കിൽ ഈ അവസ്ഥ വരില്ല. അതെ, അതാണ് വിശ്വാസമാണ്. പ്രാക്ടിക്കാലിറ്റിയിൽ അതില്ല. ഇതൊന്നല്ലല്ലോ കൊച്ചിയിലിപ്പം ബസ് സ്റ്റാൻഡ് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. എണ്ണിയാൽ ഒടുങ്ങിയാൽ തീരില്ല, അത്രത്തോളം ഉണ്ട്. ഞാനിപ്പം ഇതെന്താ പ്രത്യേകം ചെയ്യാൻ കാരണം, ഞാൻ ആ വീഡിയോ ഒന്ന് ഇട്ടു, അന്ന് മുതൽ അതിൻ്റെ ലിങ്ക് ഞാൻ അതിനകത്ത് QR ആയി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കമൻസ് നിങ്ങൾ വായിച്ചു നോക്കൂ. അറൗണ്ട് 2 lakhs എബോ ആളുകൾ അത് ഫോളോ ചെയ്തിട്ടുണ്ട്. എനിക്ക് നിരന്തരം കോളാണ്, ഞാൻ അവരുടെ നമ്പർ തരാം, നിരന്തരം കോളാണ്, നിരന്തരം അതിനകത്ത് മെസ്സേജാണ്, ഡൂ സംതിങ്. ഞാൻ എന്ത് ചെയ്യാനാ? ആ റിക്വസ്റ്റിൻ്റെ പുറത്താണ് ഞാൻ നിങ്ങൾ വന്നത്.